നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി സർക്കാർ സേവനങ്ങൾക്കുള്ള ആപ്ലിക്കേഷനായിട്ടുള്ള അബീഷർ പ്ലാറ്റ്ഫോം വഴി ഇനി ജനന മരണ സർട്ടിഫിക്കറ്റുകളും ലഭ്യമാകുമെന്ന് അറിയിച്ചിരിക്കുന്നു. ഗുണഭോക്താക്കൾക്ക് നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാൻ പുതിയ സേവനങ്ങൾ അവതരിപ്പിക്കുകയാണ് സൗദി ഭരണകൂടം. നശിക്കപ്പെട്ടതോ നഷ്ടപ്പെട്ടതോ ആയിട്ടുള്ള കുടുംബ രജിസ്റ്റർ മാറ്റി സ്ഥാപിക്കുക, ജനന മരണ സർട്ടിഫിക്കറ്റുകൾ നൽകുക എന്നിവ അബ്ഷറിന്റെ പുതിയ സേവനങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റിയുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ സേവനങ്ങൾ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകാൻ പോകുന്നത്. അബ്ഷർ പ്ലാറ്റ്ഫോമിലെ അക്കൗണ്ടുകളിൽ ലോഗിൻ ചെയ്തോ സ്മാർട്ട് ഫോണുകളിലെ അബ്ഷർ ആപ്ലിക്കേഷൻ വഴിയോ സേവനങ്ങളുടെ നടപടിക്രമങ്ങൾ ഗുണഭോക്താക്കൾക്ക് നിരീക്ഷിക്കാൻ കഴിയുമെന്ന് സിവിൽ സ്റ്റാറ്റസ് ഏജൻസി അറിയിച്ചിരിക്കുന്നു. സൗദിയിലെ മിക്ക സർക്കാർ സേവനങ്ങളും വളരെ എളുപ്പത്തിൽ ലഭ്യമാക്കാനാണ് അബ്ഷർ പ്ലാറ്റ്ഫോം ഇങ്ങനെ ഉപയോഗിക്കുന്നത്. സൗദിയിലെ മുഴുവൻ വിസ നടപടിക്രമങ്ങൾ, സ്പോൺസർഷിപ്പ് മാറ്റം, അതുപോലെ തന്നെ പാസ്പോർട്ട് സേവനങ്ങൾ, ട്രാഫിക് നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സേവനങ്ങൾ, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നിവ ഉൾപ്പെടെ നിരവധി സേവനങ്ങൾ ഈ പ്ലാറ്റ്ഫോം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മന്ത്രാലയത്തിന്റെ സിവിൽ സ്റ്റാറ്റസ് ഏജൻസി സൂപ്പർവൈസർ മാനേജർ ജനറൽ സാലിക് അൽ മുറബയാണ് അബ്ഷർ പ്ലാറ്റ്ഫോമിൽ ആരംഭിച്ചിട്ടുള്ള പുതിയ സേവനങ്ങളെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം പ്രവാസികളുടെ താമസരേഖയായിട്ടുള്ള ഇഖാമയുമായി ബന്ധപ്പെട്ട് പുതിയ നയം പ്രഖ്യാപിച്ചത് ഈ അടുത്ത ദിവസമാണ്. ഇനി ഇഖാമ പുതുക്കാൻ സൗദിയിൽ തന്നെ ഉണ്ടാകണം എന്നില്ല എന്നാണ് അന്ന് പുറത്തിറക്കിയ നിർദ്ദേശം. പ്രവാസികളുടെ ആശ്രിതരുടെ വീട്ടുജോലി ചെയ്യുന്നവരുടെയും ഇഖാമ അവർ സൗദിക്ക് പുറത്താണെങ്കിലും പുതുക്കാൻ സാധിക്കുമെന്നാണ് പാസ്പോർട്ട് ഡയറക്ടറേറ്റ് ജനറൽ സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമായിട്ടുള്ള അബ്ഷർ തന്നെയാണ് ഇതിനുള്ള പോം വഴിയും. ഫീസ് അടച്ച ശേഷം പോർട്ടൽ വഴി ഓൺലൈനിൽ ഇഖാമ പുതുക്കാനാകുമെന്നാണ് അന്ന് അറിയിച്ചത്. ഇതുകൂടാതെ സൗദിക്ക് പുറത്തുള്ള പ്രവാസികൾക്ക് ഇവരുടെ എക്സിറ്റ് റീ എൻട്രി വിസകളുടെ കാലാവധിയും നീട്ടാൻ സാധിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരു തവണയോ അല്ലെങ്കിൽ ഒന്നിലധികം തവണയോ എക്സിറ്റ് റീ എൻട്രി വിസകളുടെ കാലാവധി നീട്ടാൻ കഴിയുമെന്നാണ് ജവാസത്ത് വിശദീകരിക്കുന്നത്. സൗദിയിലില്ലെങ്കിലും ഇഖാമയും വിസയും പുതുക്കാനും കാലാവധി നീട്ടിക്കിട്ടാനും സാധിക്കുമെന്നാണ് പ്രവാസികൾക്ക് ഒരു നേട്ടമായി ഇതിൽ പറയാനുള്ളത്. ഈ നീക്കം പ്രവാസികൾക്ക് നടപടിക്രമങ്ങൾ കൂടുതൽ എളുപ്പമാക്കുന്നുണ്ട് എന്ന് വിലയിരുത്തുന്നു. മാത്രമല്ല, ഫൈനൽ എക്സിറ്റ് ലഭ്യമാകാൻ ഇഖാമയിൽ ചുരുങ്ങിയത് 30 ദിവസത്തെ കാലാവധി ഉണ്ടായിരിക്കും എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. 30 ദിവസത്തിൽ അധികവും 60 ദിവസത്തിൽ കുറവുമാണ് ഇഖാമയിലെ കാലാവധിയെങ്കിൽ ഇഖാമയിൽ ശേഷിക്കുന്ന അതേ കാലാവധിയാണ് ഫൈനൽ എക്സിറ്റ് വിസ അനുവദിക്കുന്നത്. ഇഖാമയിലെ കാലാവധി 30 ദിവസത്തിൽ കുറവാണെങ്കിൽ വിദേശികൾക്ക് ഫൈനൽ എക്സിറ്റ് വിസ അനുവദിക്കാൻ കഴിയില്ലെന്നും ഇത്തരം സാഹചര്യങ്ങളിൽ ഫൈനൽ എക്സിറ്റ് ലഭിക്കാൻ ആദ്യം ഇഖാമ പുതുക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. അതേസമയം 60 ദിവസം കാലാവധിയുള്ള ഫൈനൽ എക്സിറ്റ് വിസ ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഇഖാമയിൽ 60 ദിവസത്തിൽ കൂടുതൽ കാലാവധി ഉണ്ടായിരിക്കണം. ഫൈനൽ എക്സിറ്റ് വിസയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാലാവധിക്കുള്ളിൽ സൗദിയിൽ നിന്ന് പുറത്തു പോയിരിക്കണം. അതേസമയം ഇഖാമ ഉൾപ്പെടെയുള്ള വിവിധ സേവനങ്ങൾക്കുള്ള ഫീസ് നിരക്ക് അടുത്തിടെ സൗദി പുതുക്കിയിട്ടുള്ള ഫീസ് ഘടന പ്രകാരം എക്സിറ്റ് റീ എൻട്രി വിസ പുതുക്കുന്നതിന് 103.5 സൗദി റിയാലും ഇഖാമ പുതുക്കുന്നതിന് 51.75 സൗദി റിയാലുമാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈനൽ എക്സിറ്റിന് 70 സൗദി റിയാലും ഇഖാമ ഇഷ്യൂ ചെയ്യാൻ 51.75 സൗദി റിയാലും ഒരു ജീവനക്കാരന്റെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നതിന് 28.75 സൗദി റിയാലും പ്രവാസികൾക്ക് പാസ്പോർട്ട് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് 69 സൗദി റിയാൽ എന്നിങ്ങനെയാണ് മാറ്റിയിരിക്കുന്ന നിരക്കുകൾ.